അതേ രുചിയിലുള്ള ഒരു അടിപൊളി പനീർ ബട്ടർ മസാല കണ്ടിട്ട് വരാം. അതിനായിട്ട് നമ്മളൊരു കടായി അടുപ്പിൽ വെച്ച് കുറച്ച് ഓയിൽ ചേർക്കുക. ഏതെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം കേട്ടോ. ബട്ടറാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. എങ്കിലും നമുക്കിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ അതിലേക്ക് പട്ട ഒരു ചെറിയ കഷ്ണം ഇടണം, ഗ്രാമ്പു 2 എണ്ണം ഇടണം, ഏലക്കായും ഇടണം, കൂടെ 2 കാഷ്നട്ട് കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാഷ്നട്ട് ചേർക്കുമ്പം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രുചിയും അതുപോലെ തന്നെ ഗ്രേവി നല്ല തിക്കായിട്ടും കിട്ടും നമുക്ക്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 3 അല്ലി വെളുത്തുള്ളിയും ചേർക്കണം. ഇത് നമ്മളിപ്പം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അടിപൊളി ഒരു പനീർ ബട്ടർ മസാലയാണ്. അതിനുശേഷം ഒരു വലിയ സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. തീരെ സ്ലൈസ് ചെയ്യുകയൊന്നും വേണ്ട, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇടുക. ഒരു സവാളയ്ക്ക് 3 അല്ലെങ്കിൽ 2 ടൊമാറ്റോ അതായത് തക്കാളി വേണം, അതാണ് ഇതിൻ്റെ കണക്ക്. ഇതിപ്പോൾ ഒരു വലിയ സവാളയാണ്, അപ്പോൾ ഒരു 3 ചെറിയ തക്കാളി നമുക്ക് ആവശ്യം വരും. ഇത് ഒരുപാട് അങ്ങനെ ഉണങ്ങിയൊന്നും എടുക്കുകയൊന്നും വേണ്ട. അതിലേക്ക് ലേശം ഉപ്പും കൂടെ ചേർത്തു. അതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. തക്കാളിയും ഒരുപാട് ചെറുതൊന്നും ആവണ്ട, ഒരുവിധം ചെറിയ ഒരു വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടത്തരം കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം അടുപ്പ് തുറന്ന് ഇളക്കിയ ശേഷം നമ്മളിനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ആദ്യം ചേർത്തത് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് വേണമെന്നില്ല. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ശരിക്കും ഈ കറി ഒരു ഓറഞ്ച് കളറിലാണ് വരേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പം അതിൽ വേണ്ട ഒരു സംഭവമാണ് ജീരകം ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തു. ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിടുക. ഇത് നമ്മൾ തണുത്ത ശേഷമാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത്. പിന്നെ നമ്മൾ തക്കാളി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം. നമുക്ക് ഇപ്പം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് പനീറിൽ ഇട്ട് വെച്ചിരുന്ന എന്തിനാണെന്ന് വെച്ചാൽ പനീർ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതൊരുപാട് സമയം ഇടാൻ പാടില്ല, ഒരു 3 മിനിറ്റിൽ കൂടുതൽ 3-4 മിനിറ്റിൽ കൂടുതലും അതിൽ ഇടാനും പാടില്ല. ഇനി നമ്മളൊരു കടായിലേക്ക് ബട്ടറാണ് ചേർക്കേണ്ടത്. ബട്ടറിന് യാതൊരു വിധത്തിലുള്ള കുറവും വരുത്തരുത്. നല്ല ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടറെങ്കിലും നമ്മൾക്ക് ചേർക്കാം. പിന്നെ നമുക്ക് പച്ചമുളക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പച്ചമുളക് ചേർക്കുക. എരിവിന് ആവശ്യം, ഇതിന് ഒരുപാട് എരിവ് വേണ്ട, നമ്മൾ ആദ്യം കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൽ എണ്ണ തിളയും വരെ നമ്മൾ വഴറ്റുന്നതാണ്. അപ്പം നമ്മൾ ഈ അരപ്പിൽ ലേശം ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു സവാള വഴറ്റിയപ്പം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയ ശേഷം മാത്രം ഉപ്പ് ചേർത്താൽ മതി. അപ്പം നമ്മുടെ ഗ്രേവി ഇപ്പം തന്നെ നല്ല തിക്കായിട്ടാണ് കേട്ടോ. ആ കശുവണ്ടി പരിപ്പ് ചേർത്തപ്പോഴാണ് കേട്ടോ നല്ല തിക്കായിട്ട് വരിക. ഞങ്ങളുടെ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ ലേശം ഉപ്പ് ചേർത്തെടുത്തു. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് പനീറുണ്ടെങ്കിൽ. ഇനി നമുക്കൊന്ന് തിളച്ച് ഒന്ന് മൂടി വെച്ചിട്ട് എണ്ണ തിളയും വരെ നന്നായിട്ട് തിളപ്പിച്ച് വരാം. ഇനി ഇതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒന്നും കൂടെ തിളക്കട്ടെയെന്ന് ഓർത്ത് ഒന്നും കൂടെ മൂടി വെച്ചു. ആ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തുള്ള ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ക്രീം ആണ് അതിൽ ചേർക്കേണ്ടത്. ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പാലാണ് ഇരുന്നത്, അപ്പോൾ ഞാൻ പാലാണ് ചേർത്തിട്ടുള്ളത്. ക്രീം ചേർക്കാം, അല്ലെങ്കിൽ പാല് ചേർത്താലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലുള്ളതല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. പക്ഷേ ടേസ്റ്റിന് മാറ്റമൊന്നും വരില്ല കേട്ടോ. ഇതും നല്ല രുചിയുള്ളൊരു കറിയാണ്, ഞാൻ എപ്പോഴും തന്നെ ട്രൈ ചെയ്യാറുണ്ട്. ഇനി നമ്മൾ ഇത് തെളിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ പനീറിൻ്റെ ക്യൂബ്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. കിച്ചണിലാകെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 200 ഗ്രാം പനീറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് 12 പീസസ് ആക്കിയാണ് ഞാൻ മുറിച്ചത്. അത് തിളച്ച വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ ഒരു 3 മിനിറ്റ് ഇട്ടാൽ നല്ല സോഫ്റ്റ്, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റാവും.
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബട്ടറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. രണ്ടിലൊന്ന് ചെയ്യണം. ഇനി പനീർ ഇട്ടിട്ട് ഒത്തിരി സമയം തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് ഒരുപാട് സമയമായി കഴിഞ്ഞാൽ പനീർ ഹാർഡായി പോവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി നമ്മളിതാ ലാസ്റ്റ് മല്ലിയില ഇതിനകത്ത് വേണം. മല്ലിയില ഇല്ലാതിരിക്കരുത്. കറിവേപ്പിലയല്ല, മല്ലിയില തന്നെ ചേർക്കണം. മീതെ 1 സ്പൂൺ ബട്ടർ കൂടെ ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കോ പൂരിക്കോ പത്തിനോ എല്ലാം കഴിക്കാവുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ ബട്ടർ മസാല നമ്മളിതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടോളൂ. അപ്പോൾ വീഡിയോ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്.